അങ്ങനെ ആ സമരസൂര്യൻ അസ്തമിച്ചു. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന നമ്മുടെ സ്വന്തം സഖാവ് VS അച്യുതാനന്ദൻ, കേരളത്തിൻ്റെ ഫിഡൽ കാസ്ട്രോ എന്നറിയപ്പെടുന്ന തല നരയ്ക്കുന്നതല്ല എൻ്റെ വൃദ്ധത്വം, തല നരയ്ക്കാത്തതല്ല എൻ്റെ യൗവനം, കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ്റെ മുൻപിലും തല കുനിക്കാത്തതാണ് എൻ്റെ യൗവനം എന്ന് പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട സഖാവ്, പുന്നപ്ര വയലാർ സമരത്തിൻ്റെ നായകൻ, ജന്മിത്വത്തിനും ഐത്യത്തിനുമൊക്കെ എതിരെ ശക്തമായിട്ട് പ്രതികരിച്ച പോരാളി. ഒരുപാട് നന്ദിയുണ്ട് സഖാവേ. കാരണം നിങ്ങളിലൂടെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തെ ഞാൻ അറിയുന്നത്. ഒരുപാട് നന്ദിയുണ്ട് ആ പാർട്ടിയെ ഞാൻ സ്നേഹിക്കാൻ കാരണക്കാരിൽ ഒരാളായതിന്. ജീവിതം തന്നെ സമരമാക്കിയ കേരളത്തിൻ്റെ സ്വന്തം സഖാവ്. 1923 ഒക്ടോബറിൽ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് സഖാവ് VS അച്യുതാനന്ദൻ ജനിക്കുന്നത്. കുട്ടിയായിരിക്കുമ്പോഴേ തന്നെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ച ആളുകളെ സ്വന്തം അരഞ്ഞാണം കൊണ്ട് മറുപടി കൊടുത്ത ധീരനായ യോദ്ധാവ്, നിശ്ചയദാർഢ്യം കൊണ്ടും ചങ്കുറപ്പും കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ നമ്മുടെ സ്വന്തം സഖാവ്. 1930 കേരളത്തിൽ കമ്മ്യൂണിസം വളർന്നു വരുന്നത്. സഖാവ് P കൃഷ്ണപിള്ളയും AK ഗോപാലനും പോലെയുള്ള ഒരുപാട് നേതാക്കന്മാർ വളർത്തിയെടുത്തൊരു പ്രസ്ഥാനം പിന്നീട് സഖാവ് EKയും EMSഉം VS അച്യുതാനന്ദനെയും പോലെയുള്ള ശക്തരായ നേതാക്കന്മാരാണ് ഇന്നത്തെ ലെവലിലേക്ക് എത്തിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇരുൾ നിറഞ്ഞ കേരള ജനതയുടെ ജീവിതത്തിൽ ഒരു പുതു വെളിച്ചമായിരുന്നു ഈ പ്രസ്ഥാനം. എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി, നിരന്തരം ചൂഷണത്തിന് വിധേയമാക്കപ്പെട്ടൊരു ജനത. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സമത്വം, സാമൂഹിക നീതി, തൊഴിലാളി കർഷക അവകാശം, പൊതുക്ഷേമം തുടങ്ങിയ ആവശ്യങ്ങളെ മുൻനിർത്തി അന്നൊരു സമരം നടന്നു. അതുമാത്രമല്ല, അന്നത്തെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെ അന്നത്തെ തൊഴിലാളികൾ നടത്തിയൊരു സമരം പിന്നീട് അതൊരു ചരിത്രമായി. അതാണ് പുന്നപ്ര വയലാർ സമരം. ആലപ്പുഴ ജില്ലയുടെ ചരിത്രത്തിൽ അത് വലിയൊരു ഭാഗം തന്നെയാണ്. അതിനുശേഷം കാലങ്ങൾ അത്രയും കഴിഞ്ഞും സ്വന്തം പാർട്ടി തന്നെ സീറ്റ് നിഷേധിച്ചപ്പോഴും അതിലൊന്നും തളർന്നു പോകാതെ അവസാനം വരെ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായി ജീവിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിന് വിട.